പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് വെള്ളം മഴവെള്ള സംഭരണിയിൽ നിന്നായിരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 5 ഏക്കറിൽ മഴവെള്ള സംഭരണി നിർമ്മിക്കുന്നുണ്ട്. കുടിവെള്ള പ്രശ്നമുണ്ടാവില്ല. സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാനാണ് സംസ്ഥാനത്ത് ഉദ്ദേശിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വിഷയത്തിൽ CPI പ്രാദേശിക നേതൃത്വത്തിന്റെ അതൃപ്തിയെയും ഗോവിന്ദൻ തള്ളി. ആരുടെയും അതൃപ്തി കാര്യമാക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പദ്ധതിയിൽ പ്രാദേശികമായ കൂടിയാലോചനകൾ നടത്തിയില്ലെന്നായിരുന്നു CPI ലോക്കൽ സെക്രട്ടറി ചെന്താമരാക്ഷന്റെ പ്രതികരണം. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് ഇന്ന് മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട്. 650 ആൾക്ക് ജോലിയും കിട്ടും. ഒരു 2000-ലധികം ആളുകൾക്ക് അനുബന്ധമായിട്ട് ജോലിയും കിട്ടാൻ സാധ്യതയുണ്ട്. അത്രയെല്ലാം സാധ്യതയുള്ളതാണ്. മാത്രമല്ല, പിന്നെ ഇത് വന്നാൽ ഭയങ്കരമായ രീതിയിൽ യൂത്ത് കോൺഗ്രസും എന്തൊക്കെയാ പറയുന്നത്, ഭയങ്കരമായിട്ട് മദ്യം ഇവിടെ നിന്നൊരു തുള്ളി മദ്യം കൊടുക്കാൻ പറ്റില്ലല്ലോ. മദ്യം അഥവാ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, സ്പിരിറ്റാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഭാഗം സ്പിരിറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിച്ചാൽ ഇവിടെ നിന്ന് മദ്യം ഉണ്ടാവില്ല. മദ്യം ഉണ്ടാക്കണമെങ്കിൽ വേറെ സംവിധാനം ഉണ്ടല്ലോ ഗവൺമെന്റിന്. അതുമാത്രമല്ല, വിതരണം ചെയ്യുന്നത് മുഴുവൻ ബീവറേജ് കോർപ്പറേഷനല്ലേ. ഈ കേരളത്തിൽ വേറെ എവിടെന്നെങ്കിലും മദ്യം വിതരണം ചെയ്യാൻ പറ്റുമോ? കേരളത്തിലെ ഗവൺമെന്റിന് മാത്രമേ മദ്യം വിതരണം ചെയ്യാൻ സാധിക്കുള്ളൂ. രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് ഇതിന്റെ പിന്നിലുള്ളത്. വേറെ ഒരു കാര്യവും ഇതിന്റെ പിന്നിലില്ല. മാത്രമല്ല, ഞാൻ പറയുന്നില്ല, ഇതിന്റെ പിന്നിൽ ഫലപ്രദമായി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വിഭാഗം സ്പിരിറ്റ് ഉൽപ്പാദിപ്പിച്ച് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന അവരുടെ സെറ്റായിരിക്കും. ഞാനിപ്പോൾ ആരോപണമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല, അഴിമതിയൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല. പക്ഷെ അതില്ലാതെ വരാൻ സാധ്യതയില്ലല്ലോ. എന്തായാലും സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് അറിയുന്നു. അതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾ മനസ്സിലാക്കണം. അതിന് പഠിച്ച ശേഷമേ അതിന് മറുപടി പറയാൻ കഴിയുള്ളൂ. എന്തായാലും ജലചൂഷണം ഞങ്ങൾ ഈ എലപ്പുള്ളി പ്രദേശത്ത് ജലചൂഷണം അനുവദിക്കില്ല. അതിനെതിരെ ശക്തമായി ജനങ്ങൾക്കൊപ്പം നിന്ന് പോരാടം തന്നെയാണ് CPIയുടെ നിലപാട്. അത് നേരത്തെ കൂടി തന്നെ ഞങ്ങൾ അറിയിച്ചതാണ്. അതേപോലെ തന്നെ കിസാൻ സഭ എന്ന രീതിയിൽ ഞങ്ങൾ നേരത്തെ കൂടി പറഞ്ഞിട്ടുണ്ട്, കുടിവെള്ളവും കൃഷിക്കുള്ള ആവശ്യത്തിനും ഏത് ഡാമിലത്തെ വെള്ളമായാലും ശരി, മലമ്പുഴ ഡാമായാലും ശരി, ഞങ്ങൾ കുന്നംകാട്ടുപതി ഡാമായാലും ശരി, ഏത് ഡാമിലത്തെ വെള്ളമായാലും ശരി, കുടിവെള്ളവും കൃഷിയുടെ ആവശ്യത്തിനും കഴിഞ്ഞ് മാത്രമേ വ്യവസായ ആവശ്യങ്ങൾക്ക് എടുക്കാവൂ എന്ന് ഞങ്ങൾ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകും. അത് മാത്രമല്ല, ജനങ്ങളുടെ ആശങ്ക അകറ്റുവേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്യും. പാലക്കാട് നന്ദഗോപാലും തിരുവനന്തപുരത്തും സേഫ് സൈൻ ലാബ്ദിനും നമ്മോടൊപ്പം ചേരും. നന്ദഗോപാൽ, ഈ കാര്യത്തിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് കേൾക്കൂ. മഴവെള്ള സംഭരണിയിൽ നിന്നാണ് മുഴുവൻ വെള്ളവും എടുക്കുക എന്ന്, സ്പിരിറ്റ് ഉൽപാദനം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. CPIMന്റെ ഈ കാര്യത്തിലുള്ള വിശദീകരണം എന്തുമാത്രം വസ്തുതാപരമാണ് നന്ദഗോപാൽ? അതായത് നിഷാദ്, ഈ ഒരു എലപ്പുള്ളിയിൽ ബ്രൂവറി വരുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും അധികം ഉണ്ടായ ഒരു പേടി, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇവിടെ ജലക്ഷാമം രൂക്ഷമാണ് എന്നുള്ളതാണ്. ഭൂഗർഭജലം വളരെയധികം കുറഞ്ഞ ഒരു പ്രദേശത്താണ് ഈ ബ്രൂവറിക്ക് വേണ്ടി സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ദിവസം നടന്ന ഓരോ പ്രതിഷേധവും ഇവിടെ ജലക്ഷാമം രൂക്ഷമാകും, കുടിവെള്ളം മുട്ടും എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയിട്ടായിരുന്നു. അതേസമയം മലമ്പുഴയിൽ നിന്നാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ അവിടെയും തടസ്സമുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കൃഷിക്കും കുടിവെള്ളത്തിനും മാത്രമേ വെള്ളം അങ്ങനെ മലമ്പുഴയിൽ നിന്നും എടുക്കാൻ സാധിക്കൂ. അതിനുശേഷമേ വ്യാവസായിക അടിസ്ഥാനത്തിൽ മലമ്പുഴയിൽ നിന്നും വെള്ളം കൊണ്ടുവരാൻ സാധിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് MV ഗോവിന്ദൻ ഈ ചോദ്യങ്ങൾക്കൊക്കെ വിചിത്രമായ ഒരു മറുപടി നൽകിയത്. അതായത് മഴവെള്ള സംഭരണിയിൽ നിന്നുമായിരിക്കും ഒരു ബ്രൂവറിക്ക് വേണ്ടി വെള്ളം കണ്ടെത്തുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു പരിഹാര മാർഗം. ഇതിനുവേണ്ടി 5 ഏക്കറിൽ മഴവെള്ള സംഭരണി നിർമ്മിക്കും. ഇതിൽ നിന്നും പൂർണ്ണമായും വെള്ളം കണ്ടെത്തും. യാതൊരു തരത്തിലും കുടിവെള്ള പ്രശ്നം അവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ് MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയുന്നത് പോലെ ബ്രൂവറി പോലെ ഒരു സ്ഥലത്തൊക്കെ, ബ്രൂവറി പ്ലാന്റിലൊക്കെ ദിവസവും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ആവശ്യം വരും. അപ്പോൾ ഒരു മഴവെള്ള സംഭരണിയിൽ നിന്നും എങ്ങനെ ഈ വെള്ളം ഉൽപ്പാദിക്കുമെന്ന ഒരു ചോദ്യം അതവിടെ ബാക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെയൊരു വാദം മുന്നോട്ട് ഉന്നയിച്ചത്. സർക്കാരിന്റെ ഉത്തരവിലൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെയില്ല. മഴവെള്ളം സംഭരിക്കുമെന്ന കാര്യമൊന്നും സർക്കാർ ഉത്തരവില്ലല്ല. അവർ പറയുന്നത് ജലവകുപ്പ് വെള്ളം എത്തിച്ചു നൽകുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത് മലമ്പുഴയിൽ നിന്നും കൊണ്ടുവരും എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിഹാര മാർഗം MV ഗോവിന്ദൻ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത്. മഴവെള്ള സംഭരണി നിർമ്മിച്ച ഈ ബ്രൂവറിക്ക് വേണ്ടിയുള്ള വെള്ളം പൂർണ്ണമായും കണ്ടെത്തും എന്നുള്ളത്. ഏതായാലും അതോടൊപ്പം CPI ഒരു വിമർശനം, CPI ഈ ഒരു പദ്ധതിയെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയ കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ്. രാവിലെ ഇവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക നേതാവായ ചെന്താമരാക്ഷൻ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചിരുന്നു. മതിയായ കൂടിയാലോചനകളില്ലാതെയാണ് ഇത്തരത്തിൽ
ഇത്തരത്തിലൊരു ബ്രൂവറിക്ക് വേണ്ടിയുള്ള ആലോചനകളൊക്കെ നടന്നിട്ടുള്ളത്, ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. അവിടെ കുടിവെള്ളക്ഷാമം ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ തങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത് CPIയുടെ പ്രാദേശിക നേതാവ്, അവിടെയുള്ള ലോക്കൽ സെക്രട്ടറി പറയുകയും ചെയ്തതാണ്. പക്ഷേ ഈ വാദത്തെയും MV ഗോവിന്ദൻ തള്ളുകയായിരുന്നു. ആരുടെയും അതൃപ്തി കാര്യമാക്കുന്നില്ല, മറിച്ച് സർക്കാരിന്റെ നിലപാട് മാത്രമാണ് താൻ പറയുന്നത് എന്നുള്ളതും MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും LDFന്റെ ഘടകകക്ഷി തന്നെ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ CPMന്റെ പ്രാദേശിക നേതാക്കൾ ജില്ലാ നേതൃത്വത്തെ തങ്ങളുടെ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇനി ജില്ലാ നേതൃത്വം ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന ഒരു നിലപാട് കൂടി വളരെയധികം പ്രസക്തമാണ്.